കാസർഗോഡ് പിസ്തയുടെ തോട് തൊണ്ടയിൽ കുടുങ്ങി 2 വയസ്സുകാരൻ മരിച്ചു. കുമ്പള ഭാസ്കര നഗറിലെ അൻവറിന്റെയും മെഹറൂഫയുടെയും മകൻ അനസാണ് മരിച്ചത്. കാസർഗോഡാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത്. പിസ്തയുടെ തോട് തൊണ്ടയിൽ കുടുങ്ങിയാണ് 2 വയസ്സുകാരൻ മരിച്ചത്. കുമ്പള ഭാസ്കര നഗറിലെ അൻവറിന്റെയും മെഹറൂഫയുടെയും മകൻ അനസാണ് മരിച്ചത്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷഫീഖ്, അതിദാരുണമായ സംഭവം, വിശദാംശങ്ങൾ എങ്ങനെ? കാസർഗോഡ് കുമ്പള ഭാസ്കര നഗറിലാണ് പിസ്തയുടെ തൊലി തൊണ്ടയിൽ കുടുങ്ങി 2 വയസ്സുകാരൻ മരിച്ചത്. കുമ്പള ഭാസ്കര നഗറിലെ അൻവറിന്റെയും മഹ്റൂഫയുടെയും മകനാണ് അനസ്. ശനിയാഴ്ച വൈകുന്നേരം, അതായത് ഇന്നലെ വൈകുന്നേരം വീട്ടിൽ വെച്ച് കുട്ടി പിസ്തയുടെ തൊലിയെടുത്ത് കഴിച്ചിരുന്നു. ഇത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ തൊണ്ടയിൽ കുടുങ്ങിയ തൊലി വീട്ടുകാർ കൈകൊണ്ട് വായിൽ നിന്ന് എടുത്തു മാറ്റി. പക്ഷെ അതിൽ ഈ തൊണ്ടയിൽ പിസ്തയുടെ അംശമുണ്ടോ എന്നതിന്റെ സംശയത്തെ തുടർന്ന് പിന്നീട് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തൊലിയുടെ ബാക്കി ഭാഗം തൊണ്ടയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതോടെ പ്രശ്നമില്ല എന്ന് കണ്ട് ഡോക്ടർ അവരെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. ഇന്ന് പുലർച്ചെയാണ് കുട്ടിക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്ന് കുട്ടിയെയും കൊണ്ട് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഇതിന്റെ യാത്ര മധ്യേയാണ് കുട്ടി മരണപ്പെട്ടത്. ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ആ കുട്ടിയുടെ പിതാവ് ഒരാഴ്ച മുൻപാണ് അൻവർ ഗൾഫിലേക്ക് പോയത്. ഈ വിവരമറിഞ്ഞ്, ദാരുണമായ മരണ വിവരമറിഞ്ഞ് ഗൾഫിൽ നിന്ന് പിതാവ് നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി കുമ്പള ബദർ ജുമാ മസ്ജിദിൽ ഖബറടക്കും എന്നാണ് ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ശരി ഷഫീഖ്.